മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന സാഹിത്യ ശില്പശാല ആരംഭിച്ചു. സാഹിത്യകാരന്മാർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാകണമെന്ന് ശില്പശാല ആവശ്യപ്പെട്ടു. കലയ്ക്ക് വേണ്ടി എന്ന സങ്കല്പം അസ്ഥാനത്താണെന്ന് ശില്പശാല വിലയിരുത്തി. പ്രശസ്ത സാഹിത്യകാരൻ പത്മദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുഴ രവി, പുന്നക്ക നാരായണൻ, ജോർജ് തോമസ്, ഡോക്ടർ പി ഗീത, ടി എൻ നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു. സൊസൈറ്റിയും മറ്റ് സഹോദര സംഘടനകളുമായി ബന്ധപ്പെട്ട് പബ്ലിക്കേഷൻ ടീമുമായി 30 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ 3-4 പ്രസിദ്ധീകരിക്കാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നമ്മുടെ സംഘടന വളരെ വിപുലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മുടെ ഈ വടക്കാഞ്ചേരി പ്രദേശത്ത് മാത്രമല്ല, കവിതായനത്തിൽ ഗീതാ ദിവാകരൻ കവിതകൾ അവതരിപ്പിച്ചു. പ്രൊഫസർ വി എ വർഗീസ് നിരൂപണം ചെയ്തു. തുടർന്ന് നടന്ന കഥായനം പ്രൊഫസർ വി പി ജോൺസ് ഉദ്ഘാടനം ചെയ്തു. പി വി രാമൻ അധ്യക്ഷത വഹിച്ചു. ബാബുരാജ് ഇരിങ്ങാലക്കുട, ഐരൂർ സുബ്രഹ്മണ്യൻ, സുനി അനൂപ്, ഉണ്ണികൃഷ്ണൻ പുലരി, നിഖിൽ വി എം, നീതു മോഹൻ എന്നിവർ കഥകൾ അവതരിപ്പിച്ചു. ഡോക്ടർ ബി വിജയകുമാർ കഥാനിരൂപണം നടത്തി. കെ ആർ രാജു മാസ്റ്റർ സ്വാഗതവും അബ്രഹാം കുള നന്ദിയും പറഞ്ഞു. ശില്പശാലയുടെ 2ാം ദിവസം രാമായണ സെമിനാറും സമാപന സമ്മേളനവും നടക്കും. നിറമാല കണ്ണിറയെ തൊഴുതു നിൽക്കെ എന്റെ നീർമണികൾ വീണു ചിതറി. പിന്നെയും പിന്നെയും ഞാൻ എന്റെ വ്യഥകളെ ഒരു ചെറു പുഞ്ചിരിയാക്കി. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.